നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന ഒരു പിടി നല്ല മനോഹര ഗാനങ്ങളുമായി ഹിയർ ഇസ് ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. എല്ലാവർക്കും ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. നമുക്ക് കോമ്പറ്റീഷനിലേക്ക് പോകാം. അതിനു മുമ്പായി ലെറ്റ്സ് ഗിവ് എ വാം വെൽക്കം ഫോർ അവർ ജഡ്ജസ് ബിജി ബാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ 5th സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 5th സ്റ്റേജിൽ വളരെ ഇന്നോവേറ്റീവായ 4 റൗണ്ടുകളാണുള്ളത്. ആദ്യമായി ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് അലീന കുട്ടിയാണ്. നൊസ്റ്റാൾജിയ റൗണ്ടുമായി എത്തുന്നു അലീന. ഹായ് അലീന. ഹായ്. ഇന്ന് ഏത് സോങ്ങാ മോള് പാടാൻ പോകുന്നത്? എന്ന മൂവിയിലെ ഒരു വട്ടം കൂടിയ ഗൃഹാതുരത്വം ഉണർത്തിക്കുന്ന ഒരു സോങ് തന്നെയാണ്. നന്നായിട്ട് പാടണം. എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും വളരെ പ്രിയപ്പെട്ട ഒരു സോങ് ആണ്. മോള് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? അപ്പൊ നന്നായിട്ട് പാടാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്.
വെറുതെ മോഹങ്ങൾ ഇന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. കുട്ടി ഓസം പെർഫോമൻസ് അലീന. മോള് പാടിയ ഓരോ ലൈൻസും ഞങ്ങളിങ്ങനെ ആസ്വദിക്കുമായിരുന്നു. നന്നായിട്ട് പാടി. അലീനക്ക് കമന്റ്സ് അറിയണ്ടേ ഇനി? ഓക്കെ ബീച്ചേട്ടാ. അലീന, മലയാളത്തിലെ കാലത്തെയും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പാട്ടാണ് ചില്ലെന്ന് പറയുന്ന സിനിമയിൽ. ലെനിൻ രാജേന്ദ്രനാണ് എൻ്റെ സംവിധായകൻ. MB ശ്രീനിവാസൻ സംഗീതം, ONV സാറ് രചന, ജാനകി അമ്മയാണ് പാടിയത് അല്ലേ? അസലായിട്ട് പാടി മോളെ, അസലായിട്ട് പാടി. അത് ചില ഇടങ്ങളിൽ മാത്രം ഒന്ന് എനിക്ക് തോന്നുന്നു സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അവസാനത്തേക്ക് കുറച്ച് എനർജി പോവുകയും ശ്രുതി ചെറുതായിട്ടൊന്ന് ഇത് ചെയ്തു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് എല്ലാ വാക്കുകളും അക്ഷരങ്ങളും എല്ലാം തെളിഞ്ഞ് പാടി. പ്രത്യേകിച്ച് അവസാനത്തെ താഴെ പാടിയതൊക്കെ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അത് വളരെ മെച്യൂരിറ്റി കാണിച്ചു അത്തരം പാട്ട് പാടിയപ്പോ അത്ര ഏരിയയില്. എന്തായാലും നന്നായിട്ട് പാടി കേട്ടോ മോളെ. ഓക്കെ മോളെ, മനോഹരമായ ഒരു പാട്ട്. അത് വളരെ മനോഹരമായി തന്നെ ആലപിച്ചതിന് നല്ലൊരു കൈയടി കൊടുക്കണം. ഒരുപാട് സ്റ്റേജുകളൊക്കെ പാടി പയറ്റി തെളിഞ്ഞ ഒരു സിംഗർ നിന്ന് പാടുന്ന പോലെയാണ് അലീന എപ്പോഴും പാടുമ്പോഴും. അല്ലെങ്കിൽ അലീനയുടെ പാട്ടിലൂടെ അത് നമുക്ക് അങ്ങനെ തോന്നുന്നു. കാരണം നല്ലൊരു പ്രൊഫഷണലിസം മോളുടെ പാട്ടിലൊക്കെ ഉണ്ട്. അലീന കുട്ടി നന്നായിട്ട് തന്നെ ഈ പാട്ട് പാടി കേട്ടോ. അലീന, ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പാട്ടാണത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് പാടി മോളെ. മോളുടെ ഏറ്റവും വലിയ ക്വാളിറ്റീസ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് മോളുടെ നല്ലൊരു ശബ്ദവും നല്ല ഉച്ചാരണത്തിനുള്ള ഒരു കഴിവും രണ്ടും കൂടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോളുടെ ഇന്നത്തെ സിംഗിങ്ങിനെ സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഈ പാട്ടിനെ കുറിച്ച് ഇന്ന് മോളുടെ സിംഗിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പാട്ട് കേട്ടപ്പോൾ എനിക്കും എൻ്റെ പഴയ വിദ്യാലയത്തിലേക്ക് ഒന്ന് ചെന്നാൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹമുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു ഫോർ പ്രസന്റിംഗ് ദിസ് സോങ്. താങ്ക് യു അനൂപേട്ട. അലീന കുട്ടി നല്ല കമന്റ്സ് ആണ് അലീന. ഇനി മാർക്സ് എങ്ങനെയുണ്ട് നോക്കാം. ബീച്ചേട്ടാ നമുക്ക് 28 ആണ് 30-ല്. എക്സ്പ്രഷന് 2.5. താങ്ക് യു ബീച്ചേട്ടാ. റീം ചേച്ചി 28.25. ഫീൽഡ് 2.75. താങ്ക് യു ചേച്ചി. അനൂപേട്ട മോളെ, ഞാൻ 28 out of 30. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് 3.5 out of 4. താങ്ക് യു അനൂപേട്ട. അലീന കുട്ടി മോളുടെ ടോട്ടൽ സ്കോർ 93 on 100. നല്ല സ്കോർ ആണല്ലേ അലീന? 5th സ്റ്റേജിലെ എല്ലാ പെർഫോമൻസുകളും നല്ല തന്നെയാണെന്ന് തോന്നുന്നു. ഇനിയും വരാനുള്ള പെർഫോമൻസുകളിലും നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദ ബെസ്റ്റ് അലീന. താങ്ക് യു. ഉനക്കെന്നെ മേലയിൽ രണ്ടാമത് ഇംപ്രവൈസ് ചെയ്തത്, പിന്നെ സിന്ധാന കണ്ണിയിൽ അതെന്തായിരുന്നു, ഒരു കണക്ഷൻ കൊടുത്ത് പാടിയില്ലേ, അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ കാൽ കൊണ്ട്, അതെങ്ങനെയാ? കാൽ കൊണ്ട് ആടും പിള്ളേ നൂൽ കൊണ്ട് ആടും ബൊമ്മേ ഉൻ കയ്യിൽ അന്ത നൂലാ നീ സൊല്ല് നന്ദലാല. ഫാന്റാസ്റ്റിക് ഇറ്റ് വാസ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോൻ പാടി. മോള് ഇന്ന് പാടിയതില് ദ മെയിൻ ഗുഡ് പാർട്ട് വാസ് ദാറ്റ് ഇതിന്റെ ഒരു പെർഫെക്റ്റ് ഫീലാണ് മോള് നമുക്ക് കൺവേ ചെയ്തത്. ആ നോട്ട് കുറച്ച് ഫ്ലാറ്റ് ആയി പോയി.